ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സപ്തമ സർഗഃ സജീവോക്തി. ഇത്യുക്ത രാക്ഷസേന്ദ്രേണ രാക്ഷസാസ്തേ മഹാബല ഊജു പ്രാഞ്ജലയ സർവേ രാവണം രാക്ഷസേശ്വരം. ദിശത് പക്ഷമവിജ്ഞായ നീതിബാഹ്യാസ്തു ബുദ്ധയ അവിജ്ഞായാത്മപക്ഷം ജ രാജാനം ഭീഷയന്തി. രാജൻ പരിഗശക്തൃഷ്ടി ശൂലപട്ടസംകുലം സുമഹന്നോ ബലം കസ്മാത് ദിശാദം ഭജതേ ഭവാൻ. ത്വയാ ഭോഗവതിം ഗത്വാ നിർജിതാപന്നകായുധി കൈലാസശിഖരാവാസി യജ്ഞേ ബാഹുവിരാവൃത. രാവണൻ ഇപ്രകാരം ചൊൽകെ ശത്രുബലം അറിയാത്ത നീതിയറ്റ അബുദ്ധികളായ കരുത്തേറിയ അരക്കന്മാർ തൊടുകയോടെ രാക്ഷസരാജനായ രാവണനോട് അറിയിച്ചു. രാജൻ, നമ്മുടെ സേന പരികം, ശക്തി, ദൃഷ്ടി, ശൂലം, പട്ടിശം, കുന്തം ഇവ നിറഞ്ഞവയാണ്. എന്നിരിക്കെ അങ്ങ് എന്തിനു വിഷാദം കൊള്ളുന്നു? അങ്ങ് ഭോഗവതിയിൽ പോയി പോരിൽ പന്നകങ്ങളെ തോൽപ്പിച്ചു. കൈലാസ ശിഖരത്തിൽ അനേകം യക്ഷരാൽ ചൂഴപ്പെട്ടു വാഴുന്ന കുബേരനെ അങ്ങ് ഒട്ടേറെ പീഡയേൽപ്പിച്ച് കീഴടക്കി. ത്വയാ ഭോഗവതിം ഗത്വാ നിർജിതാപന്നകായുധി കൈലാസശിഖരാവാസി യജ്ഞേ ബഹുവിരാവൃത. സുമഹത് കഥനം കൃത്വാ വശ്യസ്തേ ധനദകൃത സ മഹേശ്വര സഖ്യേന ശാക്യമാനസ്ത്വയാ വിഭോ. കൈലാസശിഖരത്തിൽ അനേകം യക്ഷരാൽ ചൂഴപ്പെട്ടു വാഴുന്ന കുബേരനെ അങ്ങ് ഒട്ടേറെ പീഡയേൽപ്പിച്ച് കീഴടക്കി. രുദ്രസഖ്യം കൊണ്ട് ശ്ലാഘ്യനായ മഹാബലനായ ലോകപാലനെ അങ്ങ് പോരിൽ കോപത്താൽ തോൽപ്പിച്ചു. ത്വയാ കൈലാസശിഖരാ വിമാനമിതമാഹൃതം മയേന ദാനവേന്ദ്രേണ ത്വൽഭയാസഖ്യമിച്ഛത. ദുഹിതാ തവ ഭാര്യാർത്ഥേ ദത്ത രാക്ഷസപുംഗവ ദാനവേന്ദ്രോ മധുർനാമ വീരോസിക്തോ ദുരാസദ. യക്ഷന്മാരെ പിടിച്ച് കുലുക്കി മറിച്ചിട്ട് കൈലാസശിഖരത്തിൽ നിന്ന് ഈ വിമാനം അങ്ങ് കൊണ്ടുപോന്നു. ദാനവേന്ദ്രനായ മയൻ അങ്ങയെ പേടിച്ച് സഖ്യം കൊതിച്ച് മകളെ അങ്ങയ്ക്ക് ഭാര്യയായി സമർപ്പിച്ചു. ദുഹിതാ തവ ഭാര്യാർത്ഥേ ദത്ത രാക്ഷസപുംഗവ ദാനവേന്ദ്രോ മധുർനാമ വീരോസിക്തോ ദുരാസദ. വിഗൃഹ്യ വശമാനീതാ കുംഭീനസ്യ സുഗാവഃ നിർജിതാസ്തേ മഹാബാഹോ നാഗാഗത്വാ രസാദലം. വാസുകി തക്ഷകശങ്കോ ജഡീജാ വശമാഹൃത അക്ഷയാ ബലവന്തശ്ച ശൂരാ ലബ്ധവരാ പുരാ. ത്വയാ സംവത്സരം യുദ്ധ സമരേ ദാനവാ വിഭോ സ്വബലം സമുഭാഷിത്യ നീതാവശമരിന്ദമ. കുംഭീനസിയുടെ കാന്തനും വീര്യമത്തനും അപ്രദിശ്യനും ദാനവേന്ദ്രനുമായ മധുവിനെ അവിടുന്ന് പടവെട്ടി സ്വവശത്താക്കി. രസാതലത്തിൽ പോയി നാഗങ്ങളെ ജയിച്ചു. വാസുകിയും തക്ഷകനും ശങ്കനും ജഡിയും സ്വാധീനമാക്കപ്പെട്ടു. കരുത്തരും വരബലത്താൽ അമർത്യരും ശൂരന്മാരുമായ ദാനവന്മാരോട് ഒരാണ്ട് പോരാടി സ്വന്തം ബലത്താൽ അങ്ങ് അവരെ കീഴടക്കി. അതുവഴി അനേകം മായകളും അങ്ങ് നേടി. മായാശ്ചാദിഗതാ തത്ര ബഹവോ രാക്ഷസാദിവ നിർജിതാ സമരേ രോഷാ ലോകപാല മഹാബല. ദേവലോകമിതോ ഗത്വാ ശക്രശ്ചാപി വിനിർജിത ശൂരാശ്ച ബലവന്തശ്ച വരുണസ്യ സുധാരണേ. നിർജിതാസ്തേ മഹാബാഹോ ചതുർവിധ ബലാനുഗ മൃത്യുദണ്ഡ മഹാഗ്രാഹം ശാൽമലീദ്രുമമണ്ഡിതം. ശൂരന്മാരും ബലവാന്മാരും ചതുരംഗസേനാ സമേതരുമായ വരുണപുത്രന്മാരെ ഹേ മഹാഭാഗ അങ്ങ് പോരിൽ പരാജയപ്പെടുത്തി. മൃത്യുദണ്ഡമാകുന്ന ചെറിയ നക്രവും ശാൽമലി എന്ന തീരതരുവും കാലവാശം എന്ന വൻതിരയും യമകിങ്കരന്മാരാകുന്ന ഉരകങ്ങളും നിറഞ്ഞതും മഹാജ്വരം കൊണ്ട് ദുഷ്പ്രവേശവുമായ യമലോകമാകുന്ന മഹാർണവത്തിൽ മുങ്ങി യമന്റെ സേനാസമുദ്രത്തെ വൻതോതിൽ ജയിച്ച് അന്തകനെയും അങ്ങ് മടക്കിയല്ലോ. ജയശ്ച വിപുലപ്രാപ്തോ മൃത്യുശ്ച പ്രതിഷേധിത സുയുദ്ധേന ജതേ സർവേ ലോകാ തത്ര സുദോഷിത. ക്ഷത്രിയേ ബഹുഭിർവീരേ ശക്രതുല്യപരാക്രമേഹി ആസീദ് വസുമതി പൂർണ്ണ മഹവീരിവപാദവേ. തേഷാം വീര്യഗുണോത്സാഹേന സമോ രാഘവൂരണേ പ്രസഹ്യതേ ത്വയാ രാജൻ ഹതാ പരമദുർജയ. തിഷ്ടവാക്യം മഹാരാജ ക്ഷമേണ തവ വാനരാൻ അയമേകോ മഹാബാഹു ഹിദ്രജിക്ഷ ഭയിഷ്യതി.
യമന്റെ സേനാസമുദ്രത്തെ വൻതോതിൽ ജയിച്ച് അന്തകനെയും അങ്ങ് മടക്കിയല്ലോ. അവിടെ ചെയ്ത നൽപോരിനാൽ ലോകരെല്ലാം മുതം പൂണ്ടു. ശക്രതുല്യ പരാക്രമികളായ അനേകം വീരരാജന്യന്മാരെ കൊണ്ട് മരങ്ങൾ കൊണ്ടെന്ന പോലെ മഹീതലം മൂടിയിരുന്നു. സമര ദുർജയന്മാരായ അവർ ബലേന അങ്ങയാൽ ഹനിക്കപ്പെട്ടു. പോരിൽ അവരുടെ വീര്യഗുണോത്സാഹത്തിന് സമനല്ല രാമൻ. അഥവാ രാജ്യം നിൽക്കൂ, അങ്ങ് എന്തിനു പാടുപെടണം? മഹാബാഹുവായ ഇന്ദ്രജിത്ത് ഇവൻ ഒരുവൻ മർക്കടന്മാരെ മുടിക്കും. തിഷ്ടവാക്യം മഹാരാജ ശ്രമേണ തവ വാനരാൻ അയമേകോ മഹാബാഹോ ഇന്ദ്രജിക്ഷപയിഷ്യതി അനേന ഹി മഹാരാജ മാഹേശ്വരമനുത്തമം ഇഷ്ടായജ്ഞം വരോ ലബ്ധോ ലോകേ പരമദുർലഭ സ്വസ്ഥാ ക്രീഡന്തോ നിശ്ചിന്താ പിബന്തോ മധുവാരുണിം അഹമേകോ വദിഷ്യാമി സുഗ്രീവം സഹ ലക്ഷ്മണം അങ്കദം ജ ഹനുമന്തം രാമം ജ രണകുഞ്ചരം. വിദ്യാശ്രേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ചതുർവിംശതി സഹസ്രികായാം സംഹിതായാം യുദ്ധകാണ്ഡേ പ്രഹസ്താദിവചനം നാമ അഷ്ടമസർഗഃ. മാഹേശ്വര മഹായജ്ഞം ചെയ്ത് ഹേ മഹാരാജ, ഇവൻ ലോകത്തിൽ പരമദുർലഭമായ വരം നേടിയിട്ടുണ്ട്. ശക്തി തോമരങ്ങളാകുന്ന മീനുകളും ആന്ത്രമാലയാകുന്ന പായലും ആനകളാകുന്ന ആമകളും അശ്വങ്ങളാകുന്ന തവളകളും രുദ്രാദിത്യന്മാരാകുന്ന വലിയ മുതലകളും മരുത്തുക്കളും വസുക്കളുമാകുന്ന പെരുമ്പാമ്പുകളും ആന കുതിര തേരുകളാകുന്ന നീർക്കുത്തും കാലാളാകുന്ന വൻ മണൽത്തിട്ടും ചേർന്ന അമരസേനാ സാഗരത്തിൽ മുങ്ങി ഇവൻ സുരപതിയെ പിടിച്ച് ലങ്കയിൽ കൊണ്ടുവന്നു. സർവദേവ നമസ്കൃതനും ശമ്പര വൃത്രഹന്താവുമായ അവൻ, അല്ലയോ രാജൻ, പിതാമഹന്റെ നിയോഗത്താൽ മോചിതനായിട്ടാണല്ലോ വിണ്ണിലേക്ക് മടങ്ങിയത്. മഹാരാജ, അങ്ങ് ആ മകനെ ഇന്ദ്രജിത്തിനെ അയക്കൂ. അവൻ രാമനോടൊത്ത മർക്കടപ്പടിയെ മുടിച്ചുകൊള്ളും. പ്രാകൃതന്മാരിൽ നിന്ന് ഏർപ്പെട്ട ഈ ആപത്ത് ഹേ രാജൻ അങ്ങേക്ക് ചേർന്നതല്ല. അങ്ങിത് മനസ്സിൽ ധരിക്കുകയും വരുത്. അങ്ങ് രാമനെ കൊല്ലും. ഇതോടുകൂടി 7ാമത്തെ സർഗം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.